ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണേ. അതുപോലെ തന്നെ ഈ സമയത്ത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. കൂടെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്യണേ. അപ്പോൾ കുറച്ച് ദിവസമായിട്ടോ മൈലാഞ്ചി വേണമെന്ന് പറഞ്ഞിട്ട് പാത്തൂസ് എന്നെ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ മടി പിടിച്ച് കുറച്ച് ദിവസം മുമ്പ് ഇല പൊട്ടിച്ച് വെച്ചു, പക്ഷെ അത് മറന്നു പോവുകയും ചെയ്തു. പിന്നെ ഒരു ട്യൂബ് ഇവിടെ ഉണ്ടായിരുന്നു, അത് ഇട്ട് അഡ്ജസ്റ്റൊക്കെ ചെയ്തു കേട്ടോ. ആൾക്കത് പറ്റില്ല, മൈലാഞ്ചി ഇല എന്നെ ഇടണം എന്നുള്ള ഒറ്റ വാശിയിലായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് ഇലയൊക്കെ പൊട്ടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇല അരച്ചെടുക്കുമ്പോൾ നല്ലതുപോലെ നമ്മുടെ കയ്യിലിട്ടുമ്പോൾ ചുവന്ന് വരാനായിട്ട് ഒരു ടിപ്സും കൂടി ഞാൻ പറഞ്ഞു തരാം. ഇത് എൻ്റെ മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുള്ളതാണ്, എല്ലാവരും കണ്ടിട്ടുണ്ടാവും കേട്ടോ. എന്നാലും പുതിയ ആൾക്കാർ ഇപ്പം നമ്മുടെ ചാനലിലേക്ക് വന്നിട്ടുണ്ട്, ഫാമിലിയിലേക്ക് വന്നിട്ടുണ്ട്, അവർക്കും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മുടെ മൈലാഞ്ചി ഇല മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. അതിൻ്റെ ശേഷം ചെറിയൊരു പീസ് പുളിയും പിന്നെ കരയാമ്പമാണ് കേട്ടോ. കരയാമ്പ് അങ്ങനെ കണക്കൊന്നുമില്ല, കൂടിയാലും കുഴപ്പമില്ല, കുറയാതിരുന്നാൽ മതി കേട്ടോ. അങ്ങനെ അതും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ മൈലാഞ്ചി നമ്മൾ കയ്യിലിട്ടിട്ടുണ്ടെങ്കിൽ നല്ലതുപോലെ തന്നെ ചുമന്ന് വരും കേട്ടോ. അപ്പോൾ ഞാനിത് എടുക്കുന്നത് ഒരു ഈവനിങ് ബ്ലോഗാണ് കേട്ടോ. പിന്നെ അങ്ങനെ ഇതേ പാത്തൂസിന് ഞാൻ കയ്യിൽ മൈലാഞ്ചിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലത്തെ ചെറിയൊരു ഭാഗം, പിന്നെ കാണിക്കുന്നത് വൈകുന്നേരത്തൊരു ഭാഗം, എല്ലാതും കൂടി കലർത്തിയൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. എന്നുവെച്ചാൽ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല, വയ്യാത്ത കാരണം കൊണ്ട് തന്നെ വീഡിയോ എടുക്കാനൊന്നും അങ്ങോട്ട് തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ. തലവേദനയൊക്കെ ആയ കാരണം ഫോണിൽ അധികം യൂസ് ചെയ്യാതെ. അങ്ങനെ ഇപ്പോൾ ഇത് ഞാൻ 10 ദിവസം ഉറങ്ങിക്കഴിഞ്ഞതിൻ്റെ ശേഷം വൈകുന്നേരം കയ്യിൽ കുറച്ച് നേരം ഇട്ടു കേട്ടോ. പക്ഷേ ആളപ്പം തന്നെ എന്തോ ഉറക്കത്തിൽ എന്തോ സ്വപ്നം കണ്ട് എണീറ്റ് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ ഞാൻ വേഗം ഒന്ന് കഴുകിട്ടോ. ആ കഴുകിയ സമയത്ത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് വെച്ചതാണ്. പിന്നെ ഇത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത്. നല്ലതുപോലെ കൈ ചുവന്നിട്ടുണ്ട്. കുറച്ചധികം നേരം കൂടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലും കൂടുതലായിട്ട് കളർ കിട്ടും കേട്ടോ. അപ്പോൾ അതും ഒരു ഭാഗം ഞാൻ അങ്ങനെ എടുത്ത് വെച്ചതാണ്. പിന്നെ കാണിക്കുന്നത് അന്ന് വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു 3 ഭാഗമായിട്ടാണ് ഞാൻ ഈ ഒരു ഒറ്റ വീഡിയോ ആക്കി എടുത്തത് കേട്ടോ. വയ്യാത്ത കാരണം കൊണ്ട് കുറേശ്ശെ അങ്ങോട്ട് വീഡിയോ എടുത്ത് വെച്ചതാണ്. ഒരു ദിവസം എന്തായാലും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ എടുത്ത് വെച്ചതാണ് കേട്ടോ. പിന്നെ ഞാൻ മുമ്പ് ഇട്ട വീഡിയോയിലൊക്കെ ഒത്തിരി പേര് ലൈക്ക് ചെയ്തിട്ടും കമൻറ്റ് ചെയ്തിട്ടും ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണേ. സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് പുതിയ വീഡിയോസൊക്കെ ഇടാനായിട്ടൊരു താല്പര്യം ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിയിലേക്ക് കുറേ പേര് പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാവരും. അപ്പോൾ അങ്ങനെ ഇതേപ്പോൾ ഞാൻ വൈകുന്നേരം ഒന്ന് അടിച്ച് വരാനായിട്ട് ഇറങ്ങിയത്. അപ്പോൾ പാത്തൂസ് അവിടെ ചിരട്ടയൊക്കെ നിരത്തി വെച്ച് ഇങ്ങനെ ഇരുന്ന് കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ ചൂലെടുത്ത് അങ്ങോട്ട് പോയപ്പോൾ പിന്നെ ആളങ്ങോട്ട് പോയിട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് അടിച്ച് കൂട്ടിയിട്ട് വേണം ഒന്ന് തീയിടാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് അടിച്ച് കൂട്ടി വെക്കുന്നുള്ളൂ. വൈകുന്നേരം തീയിടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതങ്ങോട്ട് പുകഞ്ഞ് അവിടെ കിടന്ന് കൊതുകിൻ്റെ ശല്യം ഉണ്ടാവില്ലേ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഭയങ്കരമായിട്ട് കൊതുകിൻ്റെ ശല്യം ഉണ്ട് കേട്ടോ. ചൊറിയൻ പുഴുവിൻ്റെ ശല്യം വേറൊരു വഴിക്ക് നടക്കുന്നുണ്ട്. വൈകുന്നേരം സന്ധ്യ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കൊതുകിൻ്റെ ശല്യം നടക്കുന്നുണ്ട് കേട്ടോ. ചൊറിയൻ പുഴുവിൻ്റെ കാര്യം പറയാതിരിക്കാൻ നല്ല വല്ലവരോ പറമ്പല്ലേ, നമുക്ക് അവിടെ പോയിട്ട് മരം വെട്ടി കളയാനൊന്നും പറ്റൂലല്ലോ. അവരെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് അവരോട് പറയാം. അവർ വല്ലപ്പോഴും വരുള്ളൂ, കൊല്ലത്തിലൊക്കെ ഒരിക്കൽ വരുന്ന ആൾക്കാരാണ് കേട്ടോ. അത് കാരണം കൊണ്ട് അതും ഒരിതായി. പിന്നെ ഇതേ കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകാനായിട്ട് ഞാനിങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. ഇറങ്ങിയത് മീൻസ് കുറച്ചധികം പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ചൊക്കെ ഞാൻ കഴുകി കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് വീഡിയോ എടുക്കുന്ന കാര്യം ഓർമ്മ വന്നത്. വീഡിയോ ഓണാക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വേഗം ഓണാക്കി ബാക്കിയുള്ള പാത്രങ്ങൾ അങ്ങോട്ട് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ കുറച്ച് തുണികളല്ല കേട്ടോ, ഒരു ലോഡ് തുണികൾ മടക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കിയെടുത്തു. അപ്പോഴൊന്നും ഞാൻ വീഡിയോ ഓണാക്കിയിട്ടില്ല, മറന്നുപോയി. ആ വീഡിയോയുടെ കാര്യം മറന്നുപോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ തലവേദന ആയി കഴിഞ്ഞപ്പോൾ ഒന്നിനോടും ഒരു ഇൻട്രസ്റ്റ് ഇല്ല. എപ്പോൾ നോക്കിയാലും ഭയങ്കര അസ്വസ്ഥതയും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് മെയിൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോ എടുക്കാനായിട്ടും വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് ഈ ഫോണിൽ ഇങ്ങനെ നോക്കി ഇരുന്നിട്ടാണ് കേട്ടോ തലവേദന വരാൻ എന്നെ കാരണം. അത് സത്യം പറയില്ല. അത് കാരണം കൊണ്ടാണ് ഞാൻ 2 ദിവസം വീഡിയോസ് വേണ്ടാന്നൊക്കെ അങ്ങനെ വിചാരിച്ചതിട്ട് ചെറിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് അങ്ങോട്ട് പോയത്. അങ്ങനെ ഇപ്പോൾ ഇതേ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേണം അടുത്ത പരിപാടിയിലേക്ക് കിടക്കാനായിട്ട്. പിന്നെ മോൻ്റെ യൂണിഫോമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കഴുകിയിടാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിട്ട് വന്നിട്ടാണ് കേട്ടോ ഞാൻ പാത്രം കഴുകാനായിട്ട് നിന്നത്. ഇനിയിപ്പോൾ
ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, വെളിച്ചൊക്കെ ഒന്ന് മങ്ങി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് പോയിട്ട് തീയും കൂടി ഒന്ന് ഇട്ടിട്ട് വരാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഞാൻ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പാത്രം കഴുകുന്ന വാഷ് ബേസൊക്കെ ഒന്ന് സിങ്കാണ് കേട്ടോ, അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെച്ചതിന് ശേഷം ഞാൻ അതിപ്പോൾ അവിടെ പോയിട്ട് ഇത് കാർഡ്ബോർഡിൻ്റെ ഒരു പെട്ടിയാണ് കേട്ടോ, അതിൽ കവറും ഒന്നുമില്ല. ഇനിയിപ്പോൾ ഇത് കാണുന്നവർ ഇനി കവർ കത്തിക്കാൻ പാടില്ല എന്നുള്ള കമൻ്റ് ഒന്നായിട്ട് കൂടി വരണ്ട കേട്ടോ. ഞാൻ കവറൊന്നും കത്തിക്കുന്നില്ല, മക്കളുള്ള കാരണം പ്രത്യേകിച്ച് ഞാനിവിടെ പ്ലാസ്റ്റിക് കവറൊന്നും അങ്ങനെ കത്തിക്കാറില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതേ ഒരു കാർഡ്ബോർഡിൻ്റെ പീസായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കത്തിച്ച് പുകയ്ക്കാമെന്ന് വിചാരിച്ച്, പുകയ്ക്കാനായിട്ടുള്ള അവിടെ കച്ചറുകളും ഇലകളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എന്തായാലും അവിടെ കത്തിപ്പോക്കോട്ടെ, ഇനി അഥവാ വൈകുന്നേരം മഴ പെയ്തതിന് നാളേക്ക് അത് പണിയാവും, അതവിടെ കിടന്ന് ഇതാവുമല്ലോ വെച്ചിട്ട് അങ്ങനെ. പിന്നെ വൈകുന്നേരം ഞാൻ ഇന്നും ചോറ് തിളപ്പിച്ച് വിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ ഞാനൊരു 4 മണിയാകുമ്പോഴേക്കും തിളപ്പിക്കാറുണ്ട് ചോറ്. പക്ഷേ ഇപ്പോൾ ഞാൻ നേരം വൈകിട്ടാണ് രാവിലത്തെ ചോറ് വയ്ക്കാറ്, ഉച്ചയ്ക്ക് ആറാകുമ്പോൾ. അല്ലെങ്കിൽ സാധാരണ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അത് ഇറക്കി വെച്ചതും ചോറിനുള്ള വെള്ളം അടുപ്പത്ത് കയറ്റി വയ്ക്കാറുണ്ട്. ഇപ്പം അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ചോറ് ഞാൻ നേരം വൈകിട്ടാണ് ഒരു 6 മണിയൊക്കെ ആവുന്നതോട് കൂടിയിട്ടാണ് ചോറ് തിളപ്പിച്ച് വിട്ടത്. അപ്പോൾ എന്താ വെച്ചാൽ വേണമെങ്കിൽ മക്കൾക്ക് ചൂടോടുകൂടി കഴിക്കാമല്ലോ വെച്ചിട്ട്. പിന്നെ കുറച്ച് ചാള മിളകൊക്കെ പരട്ടി ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ടായിരുന്നു, ആ ചാളയൊക്കെ ഇതേ പൊരിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പൊരിക്കുന്നതിൽ എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ ആദ്യം എടുത്ത് ഒഴിച്ചു കേട്ടോ. പിന്നെ വേറൊരു കുപ്പിയിൽ ഓയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു, വേറൊരു കുപ്പിയിൽ വെളിച്ചെണ്ണ ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഓർമ്മയില്ലാണ്ട് ആദ്യം ഓയിൽ ഒഴിച്ചു, അതിന് ശേഷം അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അപ്പോൾ നോക്കിയപ്പോഴാണ് ഇതിങ്ങനെ ഇങ്ങനെ പതഞ്ഞ് വരുന്നുണ്ട് കേട്ടോ, എണ്ണയിലേക്ക് മീൻ ഇട്ടതിന് ശേഷം. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഒഴിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങോട്ട് പൊരിച്ചെടുക്കുക തന്നെ. അങ്ങനെ രണ്ടും കൂടി ഒരുമിച്ച് ഒഴിച്ച് പൊരിച്ചെടുക്കുന്നതിൽ വല്ല പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. ആർക്കെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ, ഇത് നമുക്ക് ശ്രദ്ധിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അബദ്ധം പറ്റണത് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതേ മീനൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാൻ വെച്ചിട്ട് നിന്ന സമയത്താണ് കേട്ടോ കറക്റ്റ് ഇതെല്ലാം റെഡിയാക്കി വെച്ചിരുന്ന സമയത്ത് കറണ്ട് പോയിട്ട്. ഇപ്പോൾ ഞാൻ അടുക്കളയിൽ മറ്റേ ബൾബുണ്ട് കറണ്ട് പോയാൽ കത്തുന്നത്, ആ വെളിച്ചത്തിലാണ് കേട്ടോ അപ്പോൾ ഞാൻ എടുക്കുന്നത്. ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് കുറച്ച് പുളിയും ചെറിയൊരു പീസ് പുളിയും ചെറിയൊരു പീസ് ഇഞ്ചിയും 2 ചൂനിമുളകും പിന്നെ വെള്ള ചൂനിമുളകാണ് കേട്ടോ ഞാൻ ഉപയോഗിച്ച കാന്താരി മുളക്, പിന്നെ കുറച്ച് നാളികേരം കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു 3 ചെറിയ ഉള്ളി കുഞ്ഞുള്ളി കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പുപൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് ഞാൻ ആദ്യം എടുത്ത് വെച്ച സമയത്തിൽ തന്നെ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കറണ്ട് പോയി ഞാനത് അവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ സമയത്ത് പാത്തൂസും സുഡാപ്പയും പറഞ്ഞു ഉറക്കം വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉറക്കം വരുന്നുണ്ടെന്നല്ല എനിക്ക് പേടിയാവണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ നടുവിൽ കിടന്നിട്ട് അവർ രണ്ടാളെ അപ്പുറത്തും ഇപ്പുറത്തും കിടത്തിയിട്ടോ കിടക്കയിൽ. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും രണ്ടാളും കിടന്ന് ഉറങ്ങിപ്പോയി. പിന്നെ നോക്കിയപ്പോൾ ഒരു 10 മിനിറ്റ് ഇവർ ഉറങ്ങി, ഒരു 10 മിനിറ്റ് ഞാൻ കൊതുകൊക്കെ വന്നപ്പോൾ ഇങ്ങനെ വീശി കൊടുത്ത് രണ്ടാളും വിയർക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വീശിക്ക് കൊടുത്ത് കഴിഞ്ഞ് പിന്നെ നോക്കിയപ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് ടിവിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ടോ. അപ്പോഴാണ് വിചാരിച്ചത് കറണ്ട് ടിവിയുടെ സൗണ്ടാണല്ലോ കേൾക്കുന്നത് വെച്ചിട്ട് ഞാൻ മോനാണെങ്കിൽ ട്യൂഷന് പോകുമ്പോൾ ഫ്രണ്ടിലത്തെ വാതിൽ മുറ്റത്ത് ഇറങ്ങിയിട്ട് അങ്ങനെ കുറ്റിയിട്ടിട്ട് പോവുകയും ചെയ്തു. ഞാൻ പിന്നെ ബാക്കിൽ കൂടെ ഇറങ്ങിപ്പോയി നോക്കിയപ്പോഴാണ് റോട്ടിൽ അപ്പുറത്തെ വീട്ടിലൊക്കെ വിളിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ മാത്രം കറണ്ടില്ല. പിന്നെ ഞാൻ അവരുടെ ഫ്രണ്ടിലൊരു ചേട്ടനുണ്ടായിരുന്നു, ചേട്ടനെ വിളിച്ച് ചോദിച്ചപ്പോൾ ചേട്ടൻ പീസൊക്കെ ഊരി നോക്കിയപ്പോൾ പീസ് പോയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ വേഗം പീസൊക്കെ കെട്ടി അങ്ങനെ ഇതേ ചമ്മന്തിയൊക്കെ അരച്ചെടുത്ത് അതിന് വെച്ചു. ഇനി അവർ എണീറ്റിട്ട് ഫുഡ് കൊടുക്കാന്നുള്ള ഒരു ഇതിലാണ് കേട്ടോ അങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാൻ. ടാറ്റാ ബൈ ബൈ.